പോലീസ് അതാ ആ താടിക്കാരനായ മനുഷ്യൻ താമസിക്കുന്ന ആ കുന്നിൻ മുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അവരാ കുന്നിൻ മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ അത് ആ കുന്നിൻ മുകളിൽ തന്നെയാണോ എന്ന് സംശയം. കാരണം അവിടെ ഷെഡ് കാണുന്നില്ല, കൂടാരമില്ല, കുറച്ച് കല്ലുകളും പുല്ലും മാത്രം. അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ആരെങ്കിലും അവിടെ ജീവിക്കുന്നതായോ മനസ്സിലാകുന്നേയില്ല. അങ്ങനെ പോലീസിന് യാതൊരു സംശയവും ആ ഏരിയയിൽ എങ്ങും തോന്നിയില്ല. അവരാ വഴി നടന്നുപോയി. എന്നാൽ ഇതെല്ലാം നമ്മുടെ താടിക്കാരനായ മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിനെല്ലാം പറ്റിയ സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പോയി 2 ദിവസത്തേക്ക് അദ്ദേഹം അവിടെയൊന്നും മാറ്റിയതേയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പുല്ലുമേഞ്ഞ ഡോറ് തുറന്ന് പുറത്തു വന്നു. എല്ലാം പഴയ പോലെയാക്കി, ഷെഡും കൂടാരവും. പക്ഷേ ഇതൊന്നും നമ്മുടെ കുട്ടികൾ അറിഞ്ഞതേയില്ല. കാരണം അദ്ദേഹം കൊടുത്ത ഫുഡ് കഴിച്ച് അവർ മയങ്ങിപ്പോയിരുന്നു. പിന്നീട് അവർ എഴുന്നേറ്റപ്പോൾ അവർ കൂടാരത്തിനുള്ളിലായിരുന്നു. അവർക്ക് ദിവസങ്ങൾ പോകുന്നത് മനസ്സിലായതേയില്ല. ഇന്നലെ രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അർജുൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഇയാൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ശരിക്കും ഇയാൾ ഒരു ക്രിമിനൽ ആയിരിക്കുമോ? ആ ഓൾഡ് മാനെ ഇദ്ദേഹം കൊന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നതായിരിക്കും. പോലീസിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുന്നതാണെങ്കിലോ? പക്ഷേ ആ വെള്ളം, ബോട്ടിലിൽ കിടക്കുന്ന ആ വെള്ളം എങ്ങനെയാണ് തിളയ്ക്കുന്നത്? സിറിഞ്ച്, ചുവന്ന ഫ്ലൂയിഡ്, ബോട്ടിലിലെ മൃഗങ്ങളും അവയവങ്ങളും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിലോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ അവൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ രഹസ്യം ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അവൻ ആ താടിക്കാരനായ മനുഷ്യനോട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി സംസാരിക്കാനും ഇടപഴകാനും തുടങ്ങി. ഒരു ദിവസം അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൻ്റെയൊക്കെ രഹസ്യം എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആരോടും പറയില്ല. എന്നാൽ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. അവന് വേണ്ട ഭക്ഷണം അദ്ദേഹം എടുത്തു കൊടുത്തു. അത് കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റ് വളരെ അപരിചിതമായിരുന്നു. എങ്കിലും വിശക്കുന്ന സമയത്ത് അവൻ അതൊന്നും നോക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം രാത്രി രവിക്ക് ഭയങ്കരമായ പനിയുണ്ടായി. അവൻ പനി കൂടി വിറയ്ക്കുകയായിരുന്നു. ഉള്ളുന്ന ചൂട്. ശ്വാസം മുട്ടി കിടക്കുന്ന രവിയെ കണ്ടിട്ട് അർജുൻ താടിക്കാരനെ മനുഷ്യനെ വിളിച്ചു. എനിക്ക് വേഗം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. പക്ഷേ അയാൾ അതിന് സമ്മതിച്ചില്ല. പകരം വേഗം പോയി കുറേ ആയുർവേദ മരുന്നുകളൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നു. പക്ഷേ രവി അത് കഴിച്ചതും അവന് പെട്ടെന്ന് അലർജി ഉണ്ടായി. ഭയങ്കരമായ അലർജിക് റിയാക്ഷനോട് കൂടി അവൻ്റെ തൊണ്ട വീർക്കുകയും അവന് ശ്വാസം മുട്ടുകയും ചെയ്തു. അപ്പോൾ അർജുൻ അലറി വിളിച്ചു, നിങ്ങൾ ഇവനെ കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തത്? ആ മനുഷ്യന് മനസ്സിലായി രവി ഇപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം ഓടി ലാബിൽ ചെന്ന് സിറിഞ്ചിൽ എന്തോ മരുന്ന് കൊണ്ടുവന്നു. അതിന് റെഡ് കളറായിരുന്നു. അവൻ ആ ലാബിൽ കണ്ട അതേ റെഡ് കളർ ഫ്ലൂയിഡ്. അദ്ദേഹം ആ മരുന്ന് ഇവനിൽ ഇഞ്ചെക്ട് ചെയ്തു. ഞൊടിയിടെ അവൻ്റെ ശ്വാസം നിലച്ചു. അവൻ മരിച്ചിരിക്കുന്നു. അർജുന് വിശ്വസിക്കാനായില്ല. തൻ്റെ ഉറ്റ കൂട്ടുകാരൻ ഇതാ മരിച്ചു വീണിരിക്കുന്നു. അതും തൻ്റെ കഴിവുകേടുകൊണ്ട്. താൻ കൂടി ഇതിന് പങ്കുചേർന്ന പോലെ അവനൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ അലയടിച്ചു. അവൻ ആ താടിക്കാരനെ മനുഷ്യനെ ആക്രമിക്കാൻ ഓടിച്ചെന്നു. അയാളെ അടിക്കാൻ വേണ്ടി അവൻ കൈ ഓങ്ങി. പക്ഷേ അയാൾ അതിനുവേണ്ടി അവിടെ നിന്നില്ല. അയാൾ ഓടിച്ചെന്ന് ഒരു ബോട്ടിലിൽ വെള്ളവുമായി വന്നു. ആ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നതും ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ആ ഭൂമി കുലുങ്ങുന്നത് പോലെ അർജുന് തോന്നി. അവൻ ഭയന്ന് വിറച്ചു. അവൻ ചിന്തിച്ചു, രവിയുടെ ജീവൻ ആ വെള്ളത്തിലാണിപ്പോൾ. ആ വെള്ളം കിടന്ന് തിളയ്ക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു. അവൻ്റെ ഹൃദയമിടിപ്പ് അവന് തന്നെ കേൾക്കാമായിരുന്നു. അതിൻ്റെ വേഗത കൂടുന്നതും അവൻ അനുഭവപ്പെട്ടു. ലോകം മുഴുവൻ ചുറ്റുന്നത് പോലെ അവന് തോന്നി. അവന് തല കറങ്ങി. അതിനിടയിൽ അവൻ ഒന്ന് മാത്രം ആലോചിച്ചു, എൻ്റെ സുഹൃത്തിനെ അയാൾ കൊന്നതാണോ? ഇനി ആ ജീവൻ അയാൾക്ക് അവനിലേക്ക് തിരിച്ച് ആക്കുവാൻ സാധിക്കുമോ? ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അർജുൻ്റെ ബോധം മറഞ്ഞു.